വിസ്മയത്തിന്റെയും കൗതുകത്തിന്റെയും കലയാണ് സിനിമ. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അത്ഭുതത്തിന്റെ പരിവേഷമുണ്ട്. സിനിമാ ലോകത്തിലെ കളിയും കാര്യവും കൗതുകവും ഒപ്പം ചരിത്ര മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഒരു ദൃശ്യ അനുഭവം ഇതാ സിനിച്ചിത്രത്താഴ്. സിനിമാ ലോകത്തെ കൗതുകങ്ങളുടെ താഴ് തുറക്കുന്ന സിനിച്ചിത്രത്താഴിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിച്ചിത്രത്താഴിൽ പതിവ് പോലെ ആദ്യം കൗതുകച്ചെല്ലം. സിനിമയുമായി ബന്ധപ്പെട്ട് പതിവായി കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ്, ആർട്ട്, കൊമേഴ്സ്യൽ, ന്യൂ വേവ്, ന്യൂ ജനറേഷൻ, അങ്ങനെ എത്രയോ ചലച്ചിത്ര വിശേഷണ പദങ്ങൾ. അക്കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വാക്കുണ്ട്, ട്രെൻഡ്. അതായത് ഒരു പുതിയ സമ്പ്രദായത്തിൻ്റെ പതാകയും വഹിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പടം ട്രെൻഡ് മേക്കർ എന്നും പറയും. അങ്ങനെ ആരോഗ്യകരമായ ചിരിയുടെ ട്രെൻഡ് സൃഷ്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. നീ എന്തിനാണ് പാറാ നിൽക്കണേ? പത്തേച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചേരം പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. മത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. മത്താച്ചേട്ടാ, ഒന്ന് കയറി നോക്കേ. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോവാ ചക്ക അവിടുന്ന്. റാംജി റാവു സ്പീക്കിംഗ്. സിദ്ദിഖ് ലാലിൻ്റെ ഈ കന്നിച്ചിത്രം പേര് മുതൽ കഥാന്ത്യം വരെ പുതിയൊരു ട്രെൻഡിൻ്റെ കാറ്റാണ് വീശിയത്. പാട്ടിൽ പോലുമുണ്ടായിരുന്നു പുതുമയുടെ പരിവേഷം. ഒരായിരം കിനാക്കളാൽ കുരുന്നു കൂടുന്നേഞ്ഞിരുന്നു മോഹം. കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മൂകം. എത്ര എത്ര കാതം അപ്പുറത്തു നിന്നും എത്തി നീ ഇപ്പോഴും ദുഃഖ സത്യമേ. ഒരായിരം കിനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ച മൂകം. മാന്നാർ മത്തായിയാണ് ആ സിനിമയിലെ രസക്കൂട്ടിൻ്റെ പ്രധാന ചേരുവ. ഇന്നസെൻ്റ് ആ കഥാപാത്രത്തെ അസലാക്കിയെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നസെന്റിന് മാത്രമേ തർക്കമുണ്ടായിരിക്കുകയുള്ളൂ. ഹലോ ഹലോ, ഉറുമിസ്തംഭാനോ? കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ, വലുതും പറയാനുണ്ടാ? നമ്പർ നോക്കിയിട്ടാ പന്നി. എന്താണാവോ? മാന്നാർ മത്തായി അല്ലേ? അല്ല, ഉറുമിസ്തംഭാൻ. എന്താ സംശയം? എന്തേ? മത്തായിച്ചിട്ട് ഉണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല, ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? റാംജി റാവു സ്പീക്കിങ്ങിൽ ഇനിയുള്ളത് ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും റാംജി റാവുവുമാണ്. അന്നേ പ്രസിദ്ധരായ മുകേഷും വിജയരാഘവനും ആ കഥാപാത്രങ്ങളായി പരിണമിച്ചു. പുതുമുഖമായി അരങ്ങേറ്റം കുറിച്ചത് സായികുമാറാണ്. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. ഉർമിസ്തംഭാൻ ഹിയർ. പണം റെഡിയല്ലേ? റാംജി റാവു, എന്റെ മോള്. പണം റെഡിയല്ലേ എന്ന്? റെഡിയാണ്. എങ്കിൽ ഇന്ന് രാത്രി കൃത്യം 8:30 ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക. കുട്ടിയുമായി ഞങ്ങൾ അവിടെ ഉണ്ടാവും. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും പാടില്ല. ഉർമിസ്തംഭാനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. റാംജി റാവു, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കും. പിന്നെങ്ങനെ തിരിച്ചറിയും? തനിച്ചല്ലേ വരുന്നത്, പിന്നെ തിരിച്ചറിയാൻ എന്താ? അതെ അതെ, തനിച്ചാ വരുന്നത്. സായികുമാർ ആ ചിത്രത്തോടെ മലയാള സിനിമയുടെ മുഖ്യധാരയിലെ നടനായി. മുകേഷും വിജയരാഘവനും കൂടുതൽ പ്രസിദ്ധരായി, അതായത് താരപരിവേഷ ശോഭിതരായി. ദോഷം പറയരുതല്ലോ, 3 പേരും മികച്ച നടന്മാരാണ്, ജനപ്രിയ താരങ്ങളാണ്. റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ ചില ഫ്രെയിമുകളിൽ 3 പേരും, അതായത് മുകേഷും സായികുമാറും വിജയരാഘവനും ഒരുമിച്ച് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മിസ്റ്റർ ഉർമിസ്തംഭാൻ, കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ
ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തരണം. നാളെ 10 മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും. പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് അപ്പോ പറയാം. അതിനു മുമ്പ് നിങ്ങൾ പോലീസിനെ അറിയിക്കുകയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക. അത് കാണുമ്പോഴാണ് മറ്റൊരു കൂട്ടം ഓർമ്മ വരുന്നത്. ഈ നടന്മാർ ഇങ്ങനെ കേമന്മാരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇവർ 3 പേരും 3 സൂപ്പർ സ്റ്റാറുകളുടെ മക്കളാണ്. ആ 3 അച്ഛന്മാരും നാടകത്തിൻ്റെ തട്ടകത്തിൽ കൂടിപ്പാർപ്പിച്ചവരാണ്. സിനിമയുടെ വെള്ളിത്തിരയിൽ വിജയം കണ്ടവരാണ്. ആരൊക്കെയാണ് ആ പ്രതിഭാധനന്മാർ? ഇത് കൂടുതലുണ്ടല്ലോ. അറിഞ്ഞുകൂടാ. ലൂസിയല്ലേ എടുത്തത്? അല്ല, തങ്കമ്മ നഴ്സ്. അവരെന്തിനു മരുന്നെടുത്തു? ഡോക്ടർ അദ്ദേഹം അവരെയല്ലേ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് ചേട്ടാ ലൂസിയോട് പിണങ്ങിയ? അദ്ദേഹം മരുന്ന് കുടിച്ചില്ല. മനസ്സിലായി, മരുന്നിന്റെ സാരിയാണല്ലോ കുടിച്ചത്. ഓ മാധവൻ, നാടകത്തിലെ ധീരമായ ശബ്ദം. സായാഹ്നം എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് നേടി. മകൻ മുകേഷ്. ഈ 500 ആളെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്താ തുപ്പണത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പടത്തോന്ന് കോണാമ്പി പോലെ വായ പൊടിച്ചിരുന്നിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാണോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. NN പിള്ള നാടകവേദിയിലെ ഒറ്റയടിപ്പാത. ഗോഡ്ഫാദറിലെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തിലൂടെ സിനിമയിൽ അനശ്വരനായി. മകൻ വിജയരാഘവൻ. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അവൾ ഇന്നും ഈ വയസ്സിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുമെന്ന്. ഇടാ, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇതെന്റെ സ്വന്തം കാര്യമാണ്. നീ എന്താ അറിഞ്ഞടി ചൂലേ? വള്ളവും മലയും ഒന്നുകൂടി വാങ്ങിക്കാൻ പോണ്. വന്ന് വീണിട്ടുണ്ടടി. എങ്കിൽ ഞാനും ഒരു കൂട്ടം കാട്ടി തരാം. കട്ടില കൊച്ചുവലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. 4.25 രൂപ കൊണ്ട് നഷ്ടമാണോ? അല്ല, അപ്പൊ നീ അങ്ങ് സുഖിക്കാൻ തന്നെ തീരുമാനിച്ച? കൊള്ളാം. പള്ളിക്കുന്നിന്റെ വീട്ടിൽ കണ്ട വാതിൽ മെത്ത രാജി കുത്തിച്ചിടും. എന്ത് പറഞ്ഞാലും പള്ളിക്കുന്നിന്റെ വീട്ടിലെ കാര്യവും കൊണ്ടുവരും. ആ പെമ്പർമാരെ കണ്ടങ്ങ് ഭ്രമിച്ചു വന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നണത്. ആരും ഭ്രമിച്ചു പോടി. പിന്നെ ഞാൻ അതുപോലെ ഒന്ന് വള്ളം വെപ്പിച്ചെടുക്കും. നീ ഇങ്ങോട്ട് വരി, ഞാനൊന്ന് കാണട്ടെ. കൊട്ടാരക്കര ശ്രീധരൻ നായർ. അരങ്ങിലെ അത്ഭുതം, സിനിമയിലെ അനന്യത. മകൻ സായ് കുമാർ. അങ്ങനെ 3 സൂപ്പർ നടന്മാരുടെ മക്കളെയാണ് സിദ്ദിഖ് ലാൽ റാംജി റാവിൽ അവതരിപ്പിച്ചത്. വീണ്ടും ആ സീനുകൾ കാണുമ്പോൾ മക്കളെ ഓർക്കണോ അതോ അച്ഛന്മാരെ ഓർക്കണോ എന്നാണ് കൺഫ്യൂഷൻ. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. ഉർമിസ്തംഭാൻ പേർ. പണം റെഡിയല്ലേ? റാംജി റാവു, എന്റെ മോള്. പണം റെഡിയല്ലേ എന്ന്? റെഡിയാണ്. എങ്കിൽ ഇന്ന് രാത്രി കൃത്യം 8:30 ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക. കുട്ടിയുമായി ഞങ്ങൾ അവിടെ ഉണ്ടാവും. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും പാടില്ല. ഉർമിസ്തംഭാനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. റാംജി റാവു, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കും. പിന്നെങ്ങനെ തിരിച്ചറിയും? തനിച്ചല്ലേ വരുന്നത്, പിന്നെ തിരിച്ചറിയാൻ എന്താ? തനിച്ച്. അതെ, തനിച്ച വരുന്നു. സിനിച്ചിത്രത്താഴ് കാണാം, കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.